Hello dears, welcome to You and Me Learning. Here we are going to start a new unit, Unit 3, that is titled Cloud 9. Here we can see 4 pictures, 4 very great personalities. Pictures are being given there. ഒന്നാമത്തെ മഹാത്മാഗാന്ധിജിയാണ്, രണ്ടാമത്തെ മാർക്വസ് ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്, മൂന്നാമത്തെ റാഫ് വാൽഡോ എമേഴ്സൺ, ദെൻ ആലീസ് വോക്കർ. ഇവർ 4 പേരും പറയുന്നത് ഒറ്റ കാര്യമാണ്, ഹാപ്പിനെസ്സിനെ കുറിച്ച്. നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റും എന്താണ് 60 സെക്കൻഡുകളാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്തരുത് എന്നാണ് ശരിക്കും ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ടൂർ പോയിട്ടില്ലേ? ഹാവ് യു ഹാഡ് ബീൻ ഓൺ എ ടൂർ വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ഓഫ് ഫാമിലി? സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ ടൂർ പോകാറുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകാറുണ്ട്. എങ്ങനെയാണ് ഈ ടൂറിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഭയങ്കര ജോളിയായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടൂർ ആസ്വദിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? അതുപോലെ തന്നെ പിക്നിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജേർണിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ട്രിപ്പിനെ കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആസ് എ ബിഗിനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 58. അതിനുശേഷം നമ്മൾ 5ാം ക്ലാസ്സിൽ ടോട്ടോ ചാൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു. അപ്പോൾ ടോട്ടോ ചാൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. ടോട്ടോ ചാൻ പഠിക്കുമ്പോൾ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്നാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് തന്നിരിക്കുന്നത്. ഇത് ടോട്ടോ ചാൻ്റെ ട്രിപ്പാണ്. സ്കൂളിൽ നിന്നും പോകുന്ന ഒരു ടൂറിനെ കുറിച്ചാണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കിക്കളയാം എന്താണ് ഇവിടെ പറയുന്നത് എന്ന്. I shall read it first. A trip to a hot spring. Summer vacation came to an end and the day of the trip to the hot spring resort finally arrived. സമ്മർ വെക്കേഷൻ ഏകദേശം കഴിഞ്ഞു, ഹോട്ട് സ്പ്രിങ്ങിലേക്കുള്ള യാത്രയ്ക്ക് സമയമായി. ഫോർ ദ സ്റ്റുഡൻസ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് അറ്റ് ടോമിയോ സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ ട്രിപ്പ്. ദ ട്രിപ്പ് വാസ് ടു എ സീ സൈഡ് സ്കൂൾ അറ്റ് എ പ്ലേസ് കോൾഡ് ടോയ് ഓൺ ദ ഇസ്യു പെനിൻസുല ഇൻ ഷിസുവോക്ക എന്നുള്ള സ്ഥലത്തിലെ ഒരു ഇസ്യു പെനിൻസുല ഉണ്ട്. പെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അവിടെ ടോയ് എന്നുള്ള പേരിലൊരു സ്കൂളുണ്ട്. സീ സൈഡ് സ്കൂളാണ്, കടലിൻ്റെ തീരത്തുള്ളൊരു സ്കൂളാണ്. അവിടേക്കാണ് അവരുടെ ട്രിപ്പ്. ദർ വാസ് എ ഹോട്ട് സ്പ്രിംഗ് റൈറ്റ് ഇൻ ദ സീ വേർ ദ ചിൽഡ്രൻ കുഡ് ബോത്ത് സ്വിം ആൻഡ് ടേക്ക് എ ഹോട്ട് ബാത്ത്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് ആ കടലിൽ കുളിക്കാം, നീന്താം. അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. ദ ട്രിപ്പ് വുഡ് ലാസ്റ്റ് 3 days and 2 nights. 3 ദിവസവും 3 പകലും 2 രാത്രിയും അടങ്ങുന്നതാണ് ഈ ട്രിപ്പ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം. ദേ were all 50 of the Tommy students from the 1st to 6th grades could stay. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ ഒരു പാരൻറ്റിന്, ഇവിടുത്തെ കുട്ടികളിൽ ഒരു കുട്ടിയുടെ പാരൻറ്റിന് അവിടെ ഒരു വെക്കേഷൻ ഹോം ഉണ്ട്, ഒരു റിസോർട്ടുണ്ട്. അവിടെ ഇവിടുത്തെ 50 കുട്ടികൾ പോയി താമസിച്ചിട്ടാണ് ആ ടൂറ്. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹർ ഗോ. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? ഷീ ആസ്ക്ഡ് ഹെസിറ്റൻ്റ്ലി. അപ്പോൾ ടോട്ടോച്ചോന് അറിയില്ലായിരുന്നു അമ്മ തന്നെ വിടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ആൾ ഹെസിറ്റൻ്റ്ലി, ഡൗട്ട്ഫുള്ളി, സംശയിച്ച് കുഞ്ഞു ടോട്ടോച്ചാൻ അമ്മയോട് ചെന്ന് ചോദിക്കുകയാണ്, അമ്മ ഞാനും പൊക്കോട്ടെ ട്രിപ്പിന്? But her mother had already got the headmaster's letter and made up her mind to let Toto-chan go. അപ്പോൾ ഓൾറെഡി തന്നെ ഹെഡ് മാസ്റ്ററിൻ്റെ കത്ത് അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പിനെ കുറിച്ചുള്ളത്. അതുകൊണ്ട് എച്ച് പറഞ്ഞതനുസരിച്ച് അമ്മ റെഡിയായിരുന്നു കുട്ടിയെ വിടാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, വാട്ട് മെയ്ഡ് ഹർ മദർ ലെറ്റ് ടോട്ടോ-ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്? എന്തുകൊണ്ടാണ് ടോട്ടോ-ചാൻ്റെ അമ്മ ടോട്ടോ-ചാനെ ടൂറിന് വിടാനായിട്ട് സമ്മതിച്ചത്? See the answer, dears. Headmaster wrote her mother a letter about the trip. This made her mother let Toto-chan go for the trip. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഓൾറെഡി തന്നെ അമ്മയ്ക്കൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ട്രിപ്പിനെ കുറിച്ച്. അപ്പോൾ ആ കത്ത് കാരണം അമ്മ ടോട്ടോ-ചാനെ വിടാനായിട്ട് റെഡിയായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. Now then said the headmaster when they had all assembled to start the trip.
അപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഹെഡ് മാസ്റ്റർ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ആദ്യം ട്രെയിനിൽ യാത്ര ചെയ്യും, പിന്നെ ഷിപ്പിൽ യാത്ര ചെയ്യും, എല്ലാവരും ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. അപ്പോൾ ഓക്കെ, പോയിക്കോളൂ. That was the only instruction he gave, yet the children were amazingly well behaved in the train. അത് മാത്രമാണ് ഒരു നിർദ്ദേശം എന്നുള്ള നിലയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. എങ്കിലും വളരെ നല്ല രീതിയിൽ കുട്ടികളെല്ലാവരും ട്രെയിനിൽ ബിഹേവ് ചെയ്തു. Nobody ran up and down the cars and the only talking was done quietly among those sitting next to each other. അപ്പോൾ കുട്ടികളാണെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊന്നും നടന്നില്ല. സംസാരിക്കുമ്പോൾ തന്നെ ശബ്ദം കുറച്ചാണ് മറ്റുള്ളവരോട് സംസാരിച്ചത് തന്നെ. Based on this section, there is a question. The children were amazingly well behaved. Why? കുട്ടികൾ വളരെ നല്ല രീതിയിൽ പെരുമാറി, എന്തുകൊണ്ടാണത്? The children were amazingly well behaved because their school life had instilled them the basics of decency and good behavior. അവരുടെ സ്കൂൾ ജീവിതം അവരിലേക്ക് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം എത്തിച്ചിരുന്നു. അവരിൽ നല്ല പെരുമാറ്റം കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ടു. അത് സ്കൂൾ ലൈഫ് കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് പ്രത്യേക ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വളരെ നല്ല രീതിയിൽ പെരുമാറുകയുണ്ടായി. Let's continue. The Tomio people had never been actually told how to behave in public. എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് ടോമിയോ സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ബട്ട് സംഹൗ ദയർ സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ദം ദ ബേസിക്സ് ഓഫ് ഡീസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്, നെവർ ടുക്ക് ടു അൺട്രൂലി ബിഹേവിയർ, പിക്ഡ് അപ്പ് ലിറ്റർ വെറെവർ ദേ ഫൗണ്ട് ഇറ്റ് ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. അപ്പോൾ അവരിലേക്ക് തന്നെ ആ ക്യാരക്ടർ അറിയാണ്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അവരുടെ സ്കൂൾ ലൈഫ് അവരിൽ നല്ലൊരു സ്വഭാവം മെനഞ്ഞെടുത്തിട്ടുണ്ട്. അവർ ആരെയും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറുകയോ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ അവിടെ തന്നെ അവിടെ ഇവിടെയും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുകയോ ഒന്നും ചെയ്തില്ല. അവർ എവിടെയൊക്കെ കണ്ട് അതൊക്കെ എടുത്ത് പറക്കി ഇട്ടിട്ടുള്ളൂ. അതുപോലെ ആരെയും അനോയ് ചെയ്യുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോച്ചാൻ. ഏറ്റവും വലിയ അത്ഭുതം ടോട്ടോച്ചാനാണ്. ഇൻ ഹർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. പഴയ സ്കൂളിൽ അവളുടെ പെരുമാറ്റം ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു തരം പെരുമാറ്റമായിരുന്നു. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് ക്ലാസ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ ക്ലാസ്സിലെ ജനാലയിലൂടെ പുറത്തേക്കൂടെ പോകുന്ന ആളുകളെ വിളിച്ച് സംസാരിക്കുന്ന സ്വഭാവം വരെ അവൾക്കുണ്ടായിരുന്നു. ടോമിയോ ഫ്രം ഹർ ഫസ്റ്റ് ഡേ ഷീ വാസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ് ആൻഡ് ഡിഡ് ഹർ ലെസൺസ് പ്രോപ്പർലി. പക്ഷേ ടോമിയോ സ്കൂളിൽ ആദ്യത്തെ ദിവസം മുതൽ കുട്ടി വളരെ അറ്റൻറ്റീവായി ക്ലാസ്സിലിരിക്കുകയും ലെസൺസ് പഠിക്കുകയും ചെയ്തു. ഇഫ് എനി ഓഫ് ദ ടീച്ചേഴ്സ് ഫ്രം ഹർ ഓൾഡ് സ്കൂൾ സോ ഹർ നൗ ദേ വുഡ് നോട്ട് ബിലീവ് ദ ഐസ്. പഴയ സ്കൂളിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ആ കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്കും ചേഞ്ചായി നമ്മുടെ ടോട്ടോച്ചാൻ്റെ ബിഹേവിയറിൽ. ഷുവർലി ഇറ്റ് ഈസ് നോട്ട് ടോട്ടോച്ചാൻ. ഇല്ല, ഇത് ടോട്ടോച്ചാനേ അല്ല എന്നേ അവർ പറയുമായിരുന്നുള്ളൂ. ദേ വുഡ് ഹാവ് സെഡ് ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്. ഇത് വേറെ ആരെങ്കിലും ആണ് എന്നേ അവളുടെ ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ പറയുകയുള്ളായിരുന്നു. കാരണം അത്രയും ചേഞ്ച് ആ കുട്ടിക്ക് വന്നു. അത്രയും നല്ല സ്വഭാവമായി ടോട്ടോച്ചാൻ്റെ സ്വഭാവം മാറി. See the question given there. What were the values cultivated by the students at Tomio? ടോമിയോ സ്കൂളിലെ കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ട വാല്യൂസ് എന്തൊക്കെയാണ്? The children never bullied others. കുട്ടികൾ മറ്റുള്ളവരെ വഴക്ക് പറയുകയോ മോശമായി പെരുമാറുകയോ ചെയ്തില്ല. They picked up waste materials wherever they found it. എവിടെയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് കണ്ടോ അവയൊക്കെ അവർ പറക്കിയെടുത്തു. They never annoyed or disturbed others. മറ്റുള്ളവരെ അനോയ് ചെയ്യുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ അവർ ചെയ്തില്ല. ഇൻ സച്ച് എ വേ ദി ബിഹേവ്ഡ് വെൽ. അങ്ങനെയാണ് അവർ വളരെ നല്ല രീതിയിൽ പെരുമാറിയത്. അറ്റ് നമാസു ദേ എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ് ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ദേ ഹാഡ് ഓൾ ഡ്രീംഡ് അബൌട്ട്. അപ്പോൾ നമാസു എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവർ ഷിപ്പിലേക്ക് കയറി. അത് ശരിക്കും അവർ സ്വപ്നം കണ്ട പോലെ ആ ഷിപ്പിൽ തന്നെ കയറാൻ പറ്റി. ഇറ്റ് വാസ് ഇൻ എ ബിഗ് ഷിപ്പ്. വലിയ ഷിപ്പൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ വർ ഓൾ സോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്, പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിംഗ് ദ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. ഡെക്കിലുള്ള എല്ലാ ഭാഗത്തും അവരെ കൈയെത്തി എന്നാണ് പറയുന്നത്. അത്രയ്ക്കും അവർ എൻജോയ് ചെയ്തു.
ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. പക്ഷെ പെട്ടെന്ന് തന്നെ കടൽ ആകെ ശോഭിച്ച മട്ടായി. ടോട്ടോചാൻ ബിഗാൻ ടു ഫീൽ സിക്ക് ആസ് ഡിഡ് സം അതേഴ്സ്. മറ്റുള്ളവരെ പോലെ ടോട്ടോചാനും ഇത്തിരി വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടായി. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, വൺ ഓഫ് ദ ഓൾഡർ ബോയ്സ് സ്റ്റൂഡ് അമിഡ് ഷിപ്പ് ആൻഡ് റാൻ ഫ്രം വൺ സൈഡ് ടു ദി അതർ സേയിങ് ഊപ്സ്. അപ്പം ഈ കപ്പൽ ഈ കാറ്റിൻ്റെ ഇതിൽ തിരമാലയ്ക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാൻ തുടങ്ങിയെങ്കിലും ഒരു കുട്ടി നടുക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് സോ ഫണ്ണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽ സോ സിക്ക്. അപ്പോൾ കുട്ടികൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായെങ്കിലും കൂടി കുട്ടികൾക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. അവർ അവരെല്ലാവരും ചിരിച്ചു. വെൻ ദേ ഡിസെംബാർക്ക്ഡ്, അപ്പോൾ അവർ ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് ഊപ്സ് പോയി. ഊപ്സ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കുട്ടി ഓടി കളിച്ചുകൊണ്ടിരുന്നത്. ബിഗാൻ ടു ഫീൽ സിക്ക് ജസ്റ്റ് വെൻ എവ്രി വൺ എൽസ് ഹാഡ് റിക്കവേർഡ് ആൻഡ് വാസ് ഫീലിംഗ് ഫൈൻ. അപ്പോൾ ആ കുട്ടിയുടെ ഈ കളി കണ്ടപ്പോൾ ഇവരുടെയൊക്കെ വൊമിറ്റിംഗ് ടെൻഡൻസി മാറുകയും ആ കുട്ടിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്തു. ദ സ്പാ ടോയ് വാസ് ഇൻ എ ക്വൈറ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ സീ സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്. അപ്പോൾ ചോയ്ലെസ് സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വില്ലേജായിരുന്നു. അത് കടലാൽ ചുറ്റപ്പെട്ട, അതുപോലെ തന്നെ ഒരു ഭാഗം വുഡഡ് ഹിൽസാണ്, മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഫോറസ്റ്റും അവിടെയുണ്ട്. ആഫ്റ്റർ ഷോർട്ട് റെസ്റ്റ് ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം കുട്ടികളെയും കൊണ്ട് അധ്യാപകർ കടലിലേക്ക് നീന്താൻ പോയി. ഇറ്റ് വാസൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും ആയിരുന്നില്ല. സോ ദേ വോ ദയ സ്വിം സ്യൂട്ട്സ്. അവർ സ്വിം സ്യൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. ശരിക്കും എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു ഹോട്ട് സ്പ്രിങ് ആണ് ആ കടലിലുണ്ടായിരുന്നത്. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. കടലിൽ ഈ ഹോട്ട് സ്പ്രിങ് ഒക്കെ കിട്ടുന്ന, നല്ല ചൂടുവെള്ളം കിട്ടുന്ന ആ ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളം അവരെ ഫുള്ള് മൂടും. അവരുടെ കഴുത്ത് വരെ മുങ്ങുവോളം അവർക്ക് നല്ല ചൂടുവെള്ളം കിട്ടിയിരുന്നു. അതൊരു പ്രത്യേക സ്ഥലത്ത് ആ ഹോട്ട് സ്പ്രിങ് അവൈലബിൾ ആയിരുന്നു. മറ്റു ഭാഗത്ത് സാധാരണ വെള്ളവും. ഇഫ് യു ക്രൗച്ച്ഡ് ഡൗൺ, അത് മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞാൽ അവിടെ വേർ യു വർ ടോൾ ദ ഹോട്ട് സ്പ്രിങ് വാസ്, ഹോട്ട് സ്പ്രിങ് എവിടെയാണ് ഉണ്ടെന്ന് പറയുന്ന ഭാഗത്ത് പോയി മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദ ഹോട്ട് വാട്ടർ കെയിം അപ് ടു യുവർ നെക്ക്. കഴുത്തോളം നനയത്തക്ക വിധത്തിൽ നല്ല ചൂടുവെള്ളം കിട്ടുമായിരുന്നു. ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ്: ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? തീരെ കാണാത്ത ആ അപൂർവം തരത്തിലുള്ള ഒരു ഹോട്ട് സ്പ്രിങ് ആയിരുന്നു ആ കടലിലുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഹോട്ട് സ്പ്രിങ്. വൈ? എന്തുകൊണ്ടാണ്? ദ ഹോട്ട് സ്പ്രിങ് വാസ് നോട്ട് സെപ്പറേറ്റഡ് വിത്ത് എ ലൈൻ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സീ. കടലിൻ്റെ മറ്റു ഭാഗത്തു നിന്നും ഈ ഹോട്ട് സ്പ്രിങ്ങിനെ ഒരു വര ഉപയോഗിച്ചോ എന്തെങ്കിലും വഴിയിൽ വേർതിരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോസ്റ്റ് അൺയൂഷ്വൽ ദാറ്റ് എനിവൺ ക്രൗച്ച്ഡ് ഡൗൺ വേർ ദ ഹോട്ട് സ്പ്രിങ് വാസ്. ഹോട്ട് സ്പ്രിങ് ലഭിക്കുന്ന ഭാഗത്ത് മുട്ടുകുത്തി നിന്നാൽ ദ ഹോട്ട് വാട്ടർ കെയിം അപ് ടു ദെയർ നെക്ക്. അവരുടെ കഴുത്തോളം വരെ നല്ല ചൂടുവെള്ളം ലഭിക്കുമായിരുന്നു. അങ്ങനെ വളരെ അൺയൂഷ്വലായിട്ടുള്ള, സാധാരണഗതിയിൽ കാണാത്ത ഒരു ഹോട്ട് വാട്ടർ സ്പ്രിങ് ആണ് അവിടെ കണ്ടിരുന്നത്. അങ്ങനെ ഒരു ഹോട്ട് വാട്ടർ സീ ബാത്ത് അവർക്ക് ലഭ്യമായി. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീയിങ് ഇൻ എ ഹോട്ട് ബാത്ത്. അപ്പോൾ വീട്ടിലൊക്കെ കിട്ടുന്ന ചൂടുവെള്ളത്തിലുള്ളൊരു കുളി പോലെ തന്നെയായിരുന്നു ഇത്. ഇൻ ദോസ് ഡേയ്സ് ദ സീ ഷോ വാസ് സോ ഡെസേർട്ടഡ് ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ദ ചിൽഡ്രൻ റെവൽഡ് ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിങ് സീ ബാത്തിങ്. അപ്പോൾ ആ സമയത്ത് അവിടെ ബീച്ചിൽ ആ ദിവസങ്ങളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ വിജനമായിട്ടുള്ള, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അപ്പോൾ സ്വന്തം ബീച്ച് പോലെ കണ്ട് കുട്ടികൾക്ക് അവിടെ പെരുമാറാമായിരുന്നു. വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദി ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ് ദെയർ ഫിംഗേഴ്സ് വർ എ മാസ് ഓഫ് റിങ്കിൾസ്. അപ്പോൾ കുറേ നേരം കുളിച്ചിട്ട് തിരിച്ച് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരുടെ കയ്യിലെ സ്കിന്നൊക്കെ ആകെ ചുക്കി ചുളുങ്ങിയിരുന്നു. ഈച്ച് നൈറ്റ് വൺസ് ദേ വർ ടക്ക്ഡ് ഇൻ ടു ദ ക്വിൽറ്റ്സ് ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിങ് ഗോസ്റ്റ് സ്റ്റോറീസ്. അപ്പോൾ ഓരോ രാത്രികളിലും ഈ കുട്ടികൾ ഉറങ്ങാനായിട്ട് തങ്ങളുടെ കൊച്ചു കിടക്കകളിലേക്ക് കിടക്കുമ്പോൾ, ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു കിടക്ക, അവിടേക്ക് കിടക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഭൂതകഥകൾ, പ്രേതകഥകളൊക്കെ പറഞ്ഞു തുടങ്ങും. ടോട്ടോചാൻ ആൻഡ് ദി അതർ ഫസ്റ്റ് ഗ്രേഡേഴ്സ് ഗോട്ട് സോ ഫ്രൈറ്റൻഡ് ദാറ്റ് ദേ ക്രൈഡ്. ടോട്ടോചാനും 1ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളും കരയാൻ തുടങ്ങി ഈ കഥ കേട്ടിട്ട്. പക്ഷേ ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ. കണ്ണീരിൻ്റെ ഇടയിലും അവർ ചോദിച്ചുകൊണ്ടിരുന്നു പിന്നെന്തുണ്ടായേ എന്ന്.
Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. ശരിക്കും സ്കൂളിലൊക്കെ ഇതേപോലെ ബ്രേവറി ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഈ ടോയ് സ്പായിലെ ഇവരുടെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പോലെയായിരുന്നു. There was a forest full of cicadas and a shop where you could buy popsicles. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫോറസ്റ്റ് നിറയെ വലിയ വലിയ പ്രാണികളുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഐസ് ഫ്രൂട്ട് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പോപ്സിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഐസ് ഫ്രൂട്ടാണ്. ആൻഡ് ദേ മെറ്റ് എ മാൻ ഓൺ ദ ബീച്ച് ഹു വാസ് ബിൽഡിങ് എ ബിഗ് വുഡൻ ബോട്ട് ഓൾ ബൈ ഹിംസെൽഫ്. പിന്നെ ഒരു ബോട്ട് ഉണ്ടാക്കുന്ന വുഡ് കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്ന വ്യക്തിയെയും അവർ പരിചയപ്പെട്ടു. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്ഡ്. ഒരു ബോട്ടിന് ഷേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. നേരം വെളിച്ചമായ ആദ്യം അവർ ചെയ്തിരുന്ന പരിപാടി വേഗം തന്നെ ആ ബോട്ട് ഉണ്ടാക്കുന്നിടത്തേക്ക് ഓടി എത്രത്തോളം പൂർത്തിയായി എന്ന് നോക്കുന്നതായിരുന്നു. ദ മാൻ ഗേവ് ടോട്ടോച്ചൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിങ്. ചിന്തേരിടുമ്പോൾ വലിയ മരത്തിൻ്റെ ഈ ചുരുള് പോലുള്ള പാർട്സ് കിട്ടും അല്ലേ, ആ പീസസ് കിട്ടും. അപ്പോൾ അത് അങ്ങനെ അതിന് കേളി വുഡ് ഷേവിങ്, നല്ല വലിയ കേളി ആയിട്ടുള്ള ചുരുണ്ട വുഡ് ഷേവിങ് ഒരെണ്ണം ആർക്ക് കൊടുത്തു? ടോട്ടോച്ചാന് അദ്ദേഹം കൊടുത്തു. See this question, how was the stay at the spa a real life experience for the children? കുട്ടികൾക്ക് അവിടുത്തെ ആ സ്റ്റേ എങ്ങനെയായിരുന്നു? ഒരു റിയൽ ലൈഫ് അനുഭവം തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണത്? ചിൽഡ്രൻ സ്റ്റേ അറ്റ് ദ സ്പാ വാസ് ഫുൾ ഓഫ് റിയൽ എക്സ്പീരിയൻസ്. അപ്പോൾ അവരുടെ ആ സ്റ്റേ മൊത്തം ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയാണ് അവർക്ക് കൊടുത്തത്. ദേ ഗോട്ട് എ ഹോട്ട് വാട്ടർ ബാത്ത്. ദർ വാസ് എ ഫോറസ്റ്റ് ഓഫ് സിക്കഡാസ് നിയർ ബൈ. അവർക്ക് ഹോട്ട് വാട്ടർ ബാത്ത് കിട്ടി. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ്, നിറയെ പ്രാണികളുള്ളൊരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ദർ വാസ് എ ഷോപ്പ് ഓഫ് പോപ്സിക്കിൾസ് കിട്ടുന്ന ഷോപ്പും ഉണ്ട്. ദേ മെറ്റ് എ മാൻ ഹൂ വാസ് മേക്കിംഗ് എ ബോട്ട് ഓഫ് വുഡ്. മരം കൊണ്ട് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെയും അവർ കണ്ട് മുട്ടി. അപ്പോൾ ജീവിതത്തിൽ അവർ കാണുന്ന കാര്യങ്ങൾ തന്നെ അവിടെയും അവർക്ക് ലഭ്യമായി. How about a souvenir photograph? Asked the headmaster when they were to leave. ഒരു പോവാറായപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, നമുക്ക് ഓർമ്മയ്ക്കായിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ടേ? They had never had a photograph taken of all of them together and the children were excited at the idea. എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായി. No sooner was the headmaster ready with his camera than someone had gone to the toilet. അദ്ദേഹം ക്യാമറ എടുത്ത് റെഡിയാക്കുന്ന സമയം കൊണ്ട് ഒരാൾ ടോയ്ലറ്റിലേക്ക് പോയി. ദെൻ സമ്മൺ എൽസ് ഹാഡ് ഹിസ് ജിം ഷൂസ് ഓൺ ദ റോങ് ഫീറ്റ് ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. ഒരാളാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ ഷൂവും മാറ്റിയാണ് ഇട്ടിരുന്നത്, കാലുകൾ മാറിപ്പോയിണ്ടായിരുന്നു. അങ്ങനെ അത് ശരിയാക്കി. വെൻ ഹി ഫൈനലി സെറ്റ് ഈസ് എവരി വൺ റെഡി. അപ്പോൾ അവർക്ക് വേണ്ടി ഹെഡ് മാസ്റ്റർ കാത്തു നിന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എല്ലാവരും റെഡിയായോ? 1 or 2 ഓഫ് ദ ചിൽഡ്രൻ വെർ ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ 1-2 കുട്ടികൾ താഴെ ഗ്രൗണ്ടിൽ കിടക്കണു. ദേ ഹാഡ് ബിക്കം ടയേർഡ് ഓഫ് ഹോൾഡിങ് ദ പോസസ് സോ ലോങ്. കുറേ നേരമായി ഫോട്ടോഗ്രാഫിന് പോസ് ചെയ്തിരുന്ന അവർ ടയേർഡായി. ഫോട്ടോയാണെങ്കിൽ എടുത്തിട്ടുമില്ല. അതുകൊണ്ട് അവർ അവിടെ കിടന്നതാണ്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവരി വൺ റെഡി ഫോർ ദ ഫോട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല അദ്ദേഹത്തിന്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. കുറേ നേരം എടുത്തിട്ടാണ് എല്ലാവരെയും ഒന്നിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചത്. 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള കൊച്ചു കുട്ടികളാണല്ലോ. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് സോ ഈസി ഫോർ ദ ഹെഡ് മാസ്റ്റർ ടു ടേക്ക് എ ഫോട്ടോഗ്രാഫ്. But that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. പക്ഷേ ആ ഫോട്ടോഗ്രാഫ്, കടൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഫോട്ടോഗ്രാഫ് അവരെ സംബന്ധിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു നീതി തന്നെയായിരുന്നു. One look at it and memories would flood back. അതിലൊരാൾ ആ ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ തിരതല്ലും. ടോട്ടോച്ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോച്ചാൻ ഒരിക്കലും മറക്കാൻ കഴിയാത്തതായിരുന്നു ആ സമ്മർ വെക്കേഷൻ. 2 ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വൈ ഡിഡ് ദ ഫോട്ടോ സെഷൻ ടേക്ക് എ വെരി ലോങ് ടൈം? എന്തുകൊണ്ടാണ് ഫോട്ടോ സെഷൻ ഒരുപാട് നേരം എടുത്തത്? ടു ഗെറ്റ് ഓൾ ദ സ്റ്റുഡൻസ് പ്രോപ്പർലി പോസ്റ്റ് വാസ് നോട്ട് ഈസി ഫോർ ദ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്റർക്ക് അത്ര എളുപ്പമായിരുന്നില്ല എല്ലാ കുട്ടികളും ഒന്നിച്ച് കൊണ്ടുവന്ന് പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. 1 ran to the toilet and another put his shoes on the wrong feet. ഒരു കുട്ടി ടോയ്ലറ്റിലേക്ക് ഓടി, ഒരു കുട്ടിയാണെങ്കിൽ ചെരുപ്പ് തെറ്റിയാണ് ഇട്ടിരിക്കുന്നത്. പോസിങ് ഫോർ ടു ലോങ് മെയ്ഡ് 2 children ടയേർഡ്. 2 കുട്ടികളാണെങ്കിൽ കുറേ നേരം പോസ് ചെയ്തതുകൊണ്ട് ടയേർഡുമായി. അപ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല ഹെഡ് മാസ്റ്റർക്ക്. The last textual question,
As thus, Toto-chan never forgot the first summer vacation comment. Toto-chan ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ആ ആദ്യത്തെ സമ്മർ വെക്കേഷൻ. എന്തുകൊണ്ടാണ്? ടോട്ടോ-ചാൻ couldn't forget the first summer vacation. ടോട്ടോ-ചാന് മറക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. ദ ട്രെയിൻ ട്രിപ്പ് ആൻഡ് ദ ട്രാവൽ ഇൻ ദ ഷിപ്പ് വെർ ന്യൂ എക്സ്പീരിയൻസസ് ഫോർ ഹർ. ട്രെയിൻ ട്രിപ്പും അതുപോലെ ഷിപ്പിലെ യാത്രയൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. ദ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്ത് ആൻഡ് ദ ഗോസ്റ്റ് സ്റ്റോറീസ് ലിസൺ ഡ്യൂറിങ് ദ നൈറ്റ് വെർ അൺഫർഗറ്റബിൾ. അപ്പോൾ സീ ബാത്തും ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തും അതുപോലെ രാത്രി കേട്ട ഭൂതകഥകളുമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിരുന്നു. ദ കേളി വുഡ് ഷേവിംഗ് ഗിവൺ ബൈ ദ ബോട്ട് മേക്കർ ആൻഡ് ദ ഫോട്ടോഗ്രാഫ് ടേക്കൺ ബൈ ദ ഹെഡ് മാസ്റ്റർ വെർ ദ വിത്ത് ഹർ ഫോർ ദ സ്വീറ്റ് മെമ്മറീസ്. അപ്പോൾ മധുരതരമായ ഓർമ്മകൾക്കായിട്ട് അവളുടെ കയ്യിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ആ വുഡ് കൊണ്ട് ബോട്ടുണ്ടാക്കിയിരിക്കുന്ന ബോട്ട് മേക്കർ കൊടുത്ത വുഡ് ഷേവിങ്ങും അതുപോലെ എന്താണ് ആ ഫോട്ടോഗ്രാഫും. ഇതോടുകൂടി കഴിയാണ് എല്ലാവരും പഠിക്കുക.